അതുകൊണ്ട് നീ മരിക്കും. എന്തുകൊണ്ടായിരിക്കാം ദൈവം അബീമേലെക്കിനോട് നീ മരിക്കും എന്ന് പറഞ്ഞത്? അബീമേലെക്ക് കണ്ട സ്വപ്നം എന്തായിരിക്കാം? ഇന്നത്തെ ഈ ധ്യാനത്തിലൂടെ കൂടുതലായി നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ കേൾക്കുന്നത് FLBFM റേഡിയോ കൃപാധ്വനികൾ. ഞാൻ റവറൻ സലിൻ അച്ഛൻ. ഇന്നത്തെ ധ്യാന വിഷയം സ്വപ്നത്തിൽ സംസാരിക്കുന്ന ദൈവം, അബീമേലെക്കിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള പാഠം. വേദഭാഗം ഉൽപ്പത്തി 20:3-17 വരെ. ഇന്നത്തെ ധ്യാനം നയിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി 20:3. രാത്രിയിൽ സ്വപ്നത്തിൽ ദൈവം അബീമേലെക്കിൻ്റെ അടുക്കൽ വന്നു. നീ കൊണ്ടുപോയ സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയാണ്, അതുകൊണ്ട് നീ മരിക്കും. ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാന വിഷയം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്വപ്നമാണ്. ശ്രദ്ധേയമായ ഒരു കാര്യം എന്തെന്നാൽ, ഈ സ്വപ്നം നൽകിയിരിക്കുന്നത് ഒരു പ്രവാചകനോ പുരോഹിതനോ അല്ലെങ്കിൽ ദൈവജനത്തിൽ പെട്ട ഒരാൾക്കോ അല്ല, മറിച്ച് ഗെരാറിലെ ജാതീയ രാജാവായ അബീമേലെക്കിനാണ് ദൈവം ഈ സ്വപ്നം നൽകിയത്. ഇതിലൂടെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ദൈവം തൻ്റെ വിശുദ്ധ പദ്ധതികളെ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ ആരോടും എപ്പോൾ വേണമെങ്കിലും ഏത് മാർഗത്തിലൂടെയും സംസാരിപ്പാൻ കഴിയുന്നവനാണ് എന്ന്. ദൈവത്തിൻ്റെ ശബ്ദം അവൻ്റെ ജനങ്ങളിൽ മാത്രം പരിമിതമല്ല, അവൻ്റെ പരമാധികാരം സകല മനുഷ്യരുടെയും മേലാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ബൈബിളിലെ ഈ ആദ്യ സ്വപ്നത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ഒന്നുകൂടി നമുക്ക് ആഴത്തിൽ നോക്കാം. അബ്രഹാം ഗെരാർ ദേശത്ത് എത്തിയപ്പോൾ നന്നായി ഭയപ്പെട്ടു. ആ ഭയത്തിന് പിന്നിൽ ഒരു പ്രധാന ചരിത്ര സാംസ്കാരിക പശ്ചാത്തലമുണ്ട്. ഗെരാർ ഫെലിസ്ത്യരുടെ പ്രദേശമായിരുന്നു. അവിടുത്തെ രാജാവായിരുന്നു അബീമേലെക്ക്. പുരാതന സമീപ പൂർവ്വദേശങ്ങളിൽ ശക്തരായ രാജാക്കന്മാർ സുന്ദരികളായ സ്ത്രീകളെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് അസാധാരണമല്ലായിരുന്നു. ഒരു സ്ത്രീ വിവാഹിതയാണെങ്കിൽ പോലും അവളെ സ്വന്തമാക്കാൻ ഭർത്താവിനെ കൊല്ലുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാമിന് സാറയുടെ സൗന്ദര്യം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്, ഉൽപ്പത്തി 20:11, ഈ സ്ഥലത്ത് ദൈവഭയമില്ല, എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന്. അബ്രഹാമിൻ്റെ ഭയത്തിന് 3 പ്രധാന കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്, സാറയുടെ സൗന്ദര്യം. പ്രായം ചെന്നിരുന്നെങ്കിലും അവൾ ഇപ്പോഴും സുന്ദരിയായിരുന്നു. രണ്ടാമത്, അബ്രഹാം ഒരു പരദേശിയായിരുന്നു. ഗെരാറിൽ അദ്ദേഹത്തിന് സംരക്ഷണമോ സ്വാധീനമോ ഉണ്ടായിരുന്നില്ല. മൂന്നാമത്, ഈജിപ്തിൽ ഫറവോൻ്റെ മുൻപിൽ ഇതേ അനുഭവം നേരിട്ടത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. അതിനാൽ വീണ്ടും അതേ അപകടം സംഭവിക്കുമെന്ന ഭയം അദ്ദേഹത്തെ പിടികൂടി. ഈ ഭയം അബ്രഹാമിനെ ഒരു തെറ്റായ തീരുമാനത്തിലേക്ക് നയിച്ചു. അദ്ദേഹം സാറയെ ഭാര്യ എന്നല്ല സഹോദരി എന്നാണ് പരിചയപ്പെടുത്തിയത്. സാറയുടെ സൗന്ദര്യം കണ്ട് അബീമേലെക്ക് അവളെ അരമനയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ സാറ വിവാഹിതയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അബ്രഹാമിൻ്റെ വാക്ക് വിശ്വസിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. എന്നാൽ മനുഷ്യരുടെ ഭയവും ബലഹീനതയും തെറ്റായ തീരുമാനങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. കാരണം സാറയിലൂടെ വാഗ്ദത്തപുത്രനായ ഇസഹാക്ക് ജനിക്കണമെന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പദ്ധതിയായിരുന്നു. അതിനാൽ രാത്രിയിൽ ദൈവം അബീമേലെക്കിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നീ കൊണ്ടുപോയ സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയാണ്, അതുകൊണ്ട് നീ മരിക്കുമെന്ന് അബീമേലെക്കിന് സ്വപ്നത്തിലൂടെ ദൈവം അരുളപ്പാട് നൽകി. അബീമേലെക്ക് തൻ്റെ നിരപരാധിത്വം ദൈവസന്നിധിയിൽ അറിയിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥത എനിക്കറിയാം, അതുകൊണ്ടാണ് നിന്നെ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ തടഞ്ഞത്. ഇപ്പോൾ ആ സ്ത്രീയെ ഭർത്താവിന് തിരികെ കൊടുക്കുക. അബ്രഹാം ഒരു പ്രവാചകനാണ്, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അബീമേലെക്ക് ഒരു നിമിഷം പോലും വൈകിച്ചില്ല. ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് കേട്ട ഉടൻ തന്നെ സാറയെ അബ്രഹാമിന് തിരികെ നൽകി. നഷ്ടപരിഹാരവും ബഹുമാനവും നൽകി. തുടർന്ന് അബ്രഹാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അബീമേലെക്കിൻ്റെ കുടുംബത്തെ വീണ്ടും അനുഗ്രഹിച്ചു.
ഈ സംഭവത്തിൽ നിന്ന് പഠിക്കേണ്ട ആത്മീയ സത്യങ്ങൾ ഇതാണ്. ഒന്നാമത്, ദൈവം തൻ്റെ വിശുദ്ധ പദ്ധതികളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. മനുഷ്യരുടെ തെറ്റുകൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. രണ്ടാമത്, ദൈവം മുന്നറിയിപ്പ് നൽകുന്ന ദൈവമാണ്. ശിക്ഷിക്കുന്നതിന് മുമ്പ് അവൻ തിരുത്തുവാനുള്ള അവസരം നൽകുന്നു. അബീമേലെക്കിന് സ്വപ്നത്തിലൂടെ നൽകിയ മുന്നറിയിപ്പ് അതിൻ്റെ തെളിവാണ്. മൂന്നാമത്, തെറ്റ് മനസ്സിലായാൽ അത് ന്യായീകരിക്കാതെ ഉടൻ തിരുത്തണം. അബീമേലെക്ക് വാദിച്ചില്ല, വൈകിച്ചില്ല, കാരണം പറഞ്ഞില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഉടൻ അനുസരിച്ചു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി തടസ്സപ്പെടാതെ മുന്നോട്ട് പോയത്. നാലാമത്, ഒരു നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ അബീമേലെക്കിൻ്റെ കുടുംബം ദൈവത്തിൻ്റെ സൗഖ്യവും അനുഗ്രഹവും പ്രാപിച്ചു. പ്രിയരെ, അബ്രഹാമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ശത്രുവിൻ്റെ ശക്തിയായിരുന്നില്ല, ഭയത്തിൻ്റെ ശക്തിയായിരുന്നു. ഭയം വിശ്വാസത്തെ മറച്ചപ്പോൾ അദ്ദേഹം അസത്യം പറഞ്ഞു. എന്നാൽ ദൈവം തൻ്റെ വാഗ്ദാനത്തെ സംരക്ഷിപ്പാൻ സ്വയം ഇടപെട്ടു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഭയം, ആശങ്ക, മനുഷ്യരെക്കുറിച്ചുള്ള ചിന്ത, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഇവ നമ്മെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കാം. എന്നാൽ സന്തോഷകരമായ വാർത്ത ഇതാണ്: മനുഷ്യൻ്റെ ബലഹീനതയേക്കാൾ വലിയതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. ദൈവം ഇന്നും നമ്മോട് സംസാരിക്കുന്നു. വിശുദ്ധ വചനത്തിലൂടെയും മനസ്സാക്ഷിയിലൂടെയും ജീവിത സാഹചര്യങ്ങളിലൂടെയും ആത്മീയ ഉപദേശങ്ങളിലൂടെയും അവൻ നമ്മെ തിരുത്തുകയും നയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഏറ്റവും വലിയ ഗുണപാഠം ഇതാണ്: നാം ചെയ്യുന്നത് തെറ്റാണെന്ന് ദൈവം കാണിച്ചു തരുമ്പോൾ അത് ഉടൻ തിരുത്തുവാൻ തയ്യാറാകണം. തെറ്റ് സമ്മതിക്കുന്നത് ബലഹീനതയല്ല, അത് ആത്മീയ പക്വതയുടെ അടയാളമാണ്. തെറ്റ് തിരുത്തുന്നത് അപമാനമല്ല, അത് ദൈവഹിതത്തിലേക്കുള്ള മടങ്ങിവരവാണ്. അബ്രഹാം ഭയപ്പെട്ടു. അബീമേലെക്ക് അറിയാതെ തെറ്റി. എന്നാൽ ദൈവം ഇടപെട്ടപ്പോൾ അബീമേലെക്ക് ഉടൻ അനുസരിച്ചു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറിയത്. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സത്യം. നാം പിടിവാശിയോടെ തെറ്റിൽ തുടരുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ വൈകിപ്പിച്ചേക്കാം. എന്നാൽ തെറ്റ് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ അത് തിരുത്തുകയാണെങ്കിൽ ദൈവം തൻ്റെ വിശുദ്ധ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിലും നിറവേറ്റും. അതുകൊണ്ട് ഇന്ന് ഓരോരുത്തരും സ്വയം നമ്മോട് തന്നെ ചോദിക്കാം: ദൈവം തിരുത്തുവാൻ പറയുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനെ തിരുത്തുക. കാരണം അനുസരണം അനുഗ്രഹത്തിലേക്കുള്ള വാതിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഭയം ഞങ്ങളെ നിയന്ത്രിക്കാതെ വിശ്വാസം ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുവാനും അവ ന്യായീകരിക്കാതെ ഉടൻ തിരുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വിശുദ്ധ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഞങ്ങളെ അങ്ങയുടെ വഴികളിൽ നടത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും തീരുമാനങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയ ശ്രോതാക്കളെ, ദൈവം ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമുക്ക് കഴിയും. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് FLBFM റേഡിയോ ഒരുക്കിയ കൃപാധനികൾ. ഞാൻ റവറൻ സലിൻ അച്ഛൻ.